അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട്, അതിലെ 3-ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ്. ഈ ഷോർട്സിലെ തദ്രീബാത്തിലെ കുറച്ച് പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് വീഡിയോയിൽ ലഭിക്കുന്നതാണ്. നോക്കൂ, തദ്രീബാത്തിലെ 2-ാമത്തെ പ്രവർത്തനം നൊഇദു അശ്റത അസ്ഇലതി മാ അജിവിബത്തിഹ, അതായത് ഈ പാഠത്തിൽ നിന്ന് 10 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമ്മൾ തയ്യാറാക്കണം. നമുക്ക് ആ പ്രവർത്തനം നോക്കാം. 1-ാമത്തെ ചോദ്യം നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ദിവസമാണ് ഖുബായിൽ താമസിച്ചത്? ഉത്തരം 4 ദിവസം. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർമ്മിച്ച ആദ്യത്തെ മസ്ജിദ് ഏത്? ഉത്തരം മസ്ജിദ് ഖുബാ. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മുട്ടുകുത്തിയത് എവിടെ? ഉത്തരം അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന് മുന്നിൽ. 4-ാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ആദ്യത്തെ ജുമുഅ ഏത്? ഉത്തരം ബനു സാലിം ഇബ്നു ഔഫിന്റെ സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ജുമുഅ. 5-ാമത്തെ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച ആദ്യത്തെ ജുമുഅയിൽ എത്ര പേരാണ് പങ്കെടുത്തത്? ഉത്തരം 100 പേർ. 6-ാമത്തെ ചോദ്യം. മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്നത് എവിടെ? അതിന്റെ ഉത്തരം നോക്കൂ. അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിനു മുന്നിൽ ഒട്ടകം മുട്ടുകുത്തി. ഈ സ്ഥലത്താണ് മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്നത്. 7-ാമത്തെ ചോദ്യം. അൻസ്വാറുകളിലെ 2 പ്രമുഖ ഗോത്രങ്ങളുടെ പേരെഴുതുക. ഉത്തരം ഔസ് ഖസ്റജ്. 8-ാമത്തെ ചോദ്യം. ശ്രേഷ്ഠതയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന പള്ളി ഏത്? ഉത്തരം മസ്ജിദുൽ ഹറാം. 9-ാമത്തെ ചോദ്യം. ശ്രേഷ്ഠതയിൽ 2-ാം സ്ഥാനം അലങ്കരിക്കുന്ന മസ്ജിദ് ഏത്? ഉത്തരം മസ്ജിദുൻ നബവി. 10-ാമത്തെ ചോദ്യം. ശ്രേഷ്ഠതയിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന മസ്ജിദ് ഏത്? ഉത്തരം മസ്ജിദുൽ അഖ്സ. ഇതിലെ ബാക്കി പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വീഡിയോയിൽ ലഭിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്.